ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി എന്ന് പറഞ്ഞതുപോലെയാണ് സത്യഭാമ വളർത്തിയ രോഹിത് സത്യഭാമയ്ക്കെതിരെ നിന്ന് സത്യഭാമയുടെ വീട് ലേലത്തിൽ പിടിക്കുക മാത്രമല്ല, ആ വീട് ഒരു മദ്യഷാപ്പാക്കി മാറ്റുകയും ചെയ്തു. ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും സത്യാമ്മയുടെയും പൊതു എതിരിയായ ഉപേന്ദ്രൻ, അതായത് സ്വന്തം ജ്യേഷ്ഠൻ്റെ പുക കണ്ടിട്ട് തിരിച്ച് മലേഷ്യയ്ക്ക് പോകൂ എന്നും പറഞ്ഞ് നിൽക്കുന്ന ഉപേന്ദ്രനും സുസ്മിതയും ചന്ദ്രബോസിൻ്റെയും കൂടെ ചേർന്ന് അവരുടെ വാക്ക് കേട്ട് ശാലിനിയെ കൊലപ്പെടുത്താൻ പോലും ഇന്ന് രോഹിത് തയ്യാറായി. ശാലിനി രാഘവേട്ടനെ കാണാനായിട്ട് വന്നപ്പോൾ സത്യഭാമ ഒരു മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെ ഇരിക്കുവാണ്. സത്യാമ്മയുടെ ആ ഇരിപ്പ് കണ്ടിട്ട് നമ്മുടെ പിള്ളച്ചേട്ടൻ ശാലിനിയെ വിളിച്ചുകൊണ്ട് പോയി രാഘവേട്ടൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഉറങ്ങിക്കിടന്ന രാഘവേട്ടനെ പിള്ളച്ചേട്ടൻ വിളിച്ചുണർത്തുവാണ്. ദേണ്ട ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ, ശാലിനി മോള് വന്നിരിക്കുന്നു. അത് കേട്ടതും രാഘവേട്ടൻ സന്തോഷത്തോടെ കണ്ണു തുറന്ന് നോക്കുവാണ്. മോള് വന്നോ എന്നും പറഞ്ഞ് രാഘവേട്ടൻ പെട്ടെന്ന് എഴുന്നേറ്റങ്ങ് ഇരിക്കുവാണ്. എങ്ങനെയുണ്ട് അച്ഛാ ഇപ്പോൾ? നെഞ്ചിൻ്റെ വേദനയൊക്കെ മാറിയല്ലോ. എന്തെങ്കിലും അസ്വസ്ഥത അച്ഛന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഒന്നുമില്ല മോളെ, ദൈവാധീനമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോളപ്പം തക്ക സമയത്തിന് എത്തിയില്ലായിരുന്നെങ്കിൽ എന്നെ പിന്നെ ജീവനോടെ നിങ്ങൾക്കാർക്കും കാണാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ സമയം തീർന്നു തന്നെ മോളെ ഞാൻ വിചാരിച്ചത്. അതിൽ നിന്നൊക്കെ എൻ്റെ മോള് വന്ന് എന്നെ രക്ഷപ്പെടുത്തി എടുത്തില്ലേ? ഡോക്ടർ പറഞ്ഞതുപോലൊക്കെ അച്ഛൻ കേൾക്കണം. കൃത്യസമയത്ത് തന്നെ മരുന്നും ഭക്ഷണവും ഒക്കെ കഴിക്കണം. ഉറക്കം പറഞ്ഞിരിക്കുന്ന സമയം അത്ര തന്നെ അച്ഛൻ കൃത്യമായിട്ട് തന്നെ ഉറങ്ങുകയും വേണം. ഡോക്ടർ പറഞ്ഞതുപോലൊക്കെ അനുസരിച്ചിരുന്ന നമ്മുടെ രോഗം എങ്ങോട്ട് പോയെന്ന് പിന്നെ നമുക്ക് പോലും അറിയത്തില്ല. പിള്ളച്ചേട്ടൻ പറയുക, ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് എടുത്ത് കൊടുത്തിട്ട് സത്യാമ്മ പുറത്തോട്ടൊക്കെ പോകാറുള്ളൂ. മരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിർബന്ധിച്ച് കൊടുക്കുകയും ചെയ്യും. ശാലിനി എന്നിട്ട് ബാഗിൽ നിന്ന് കുറച്ചധികം രൂപ അങ്ങോട്ട് എടുത്ത് രാഘവേട്ടൻ്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുന്നു. അയ്യോ മോളെ എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നു, സത്യാമ്മ അറിയണ്ട, എന്തെങ്കിലും ആവശ്യം വന്ന അച്ഛൻ എടുക്കാമല്ലോ. പിള്ളച്ചേട്ടൻ ഇതൊന്നും പറയേയില്ല. ഇല്ലേ പിള്ളച്ചേട്ട? അയ്യോ ഞാൻ പറയത്തില്ല. മോള് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണേ. മോള് വരുന്നതും മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഒരു വല്ലാത്ത ആശ്വാസമാണ്. ഒറ്റയ്ക്കുള്ള ഈ കുത്തിരിപ്പല്ലേ മോളെ, മടുക്കും. അച്ഛൻ വിഷമിക്കേണ്ട, സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വന്നിരിക്കും. എന്നാലിനി ഞാൻ പോട്ടെ അച്ഛാ. ഇനി കൂടുതൽ നേരം ഇവിടുന്ന് സംസാരിച്ചാലേ സത്യാമ്മയ്ക്ക് മുഷിപ്പ് തോന്നും. അതുകൊണ്ട് ഞാൻ പോവുക അച്ഛാ. അയ്യോ എൻ്റെ മോള് വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ പോവുകയാണ്. ഇടോ പിള്ളേ, മോക്ക് ചായ ഉണ്ടാക്ക്. ഇപ്പോൾ ഒന്നും വേണ്ട അച്ഛാ, ഇനി ഞാൻ വരുമല്ലോ അപ്പോൾ കുടിച്ചോളാം. അച്ഛനോട് ഞാൻ പറയുക, എന്താവശ്യം ഉണ്ടായാലും അച്ഛൻ എന്നെ വിളിക്കണം. എത്ര തിരക്കുണ്ടായാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എത്തിയിരിക്കും. അച്ഛൻ എന്നെ വിളിക്കണേ, ഞാൻ വിളിക്കാം മോളെ. എന്നാൽ ഞാൻ പോട്ടച്ചാ എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് പോവുകയാണ്. ശാലിനി തിരിച്ചു പോകുന്നതും കാറിൽ കയറി അങ്ങനെ പോകുന്നതും ഒക്കെ സത്യഭാമ ഇങ്ങനെ ഓട്ടക്കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട്. സത്യാമ്മയുടെ മനസ്സിൽ സ്നേഹമുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ സത്യാമ്മ അത് പ്രകടിപ്പിക്കുന്നില്ല. എന്നിട്ട് സത്യാമ്മ എഴുന്നേറ്റിയെന്ന് രാഘവേട്ടൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ രാഘവേട്ടൻ പെട്ടെന്ന് പേടിച്ച് കയ്യിലിരിക്കുന്ന രൂപ എടുത്ത് തലയണയ്ക്കടിയിലോട്ട് വെക്കുവാണ്. സത്യാമ്മ ആ രൂപ കണ്ടുപിടിക്കുമോയെന്ന് പേടിച്ചിട്ട് പാവൻ രാഘവേട്ടൻ്റെ മുഖമൊന്ന് കാണുന്ന പേടിച്ചിങ്ങനെ തലാണി പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുവാണ്. സത്യാമ്മ ആ പൈസ കണ്ട ഉടനെ തന്നെ ശാലിനിയുടെ വീട്ടിൽ ചെന്ന് വലിച്ചെറിയുമെന്ന് രാഘവേട്ടൻ അറിയാം. വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. ശാരദാമ്മ വിഷ്ണുവിനെ കണ്ടോട്ട് പറയുന്നു, സത്യമോളെ നീ രാവിലെ മുതൽ അന്വേഷിച്ച ആളിതാ വന്നിട്ടുണ്ട്. അത് കേട്ടതും സത്യമോള് അച്ഛാന്നും പറഞ്ഞ് ഓടി വന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ്. അച്ഛാ, ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ, എൻ്റെ മോക്ക് ഞാൻ കൊണ്ടുവരാതിരിക്കുമോ എന്നും പറഞ്ഞ് വിഷ്ണു പാക്കറ്റിൽ നിന്ന് ആ ചോക്ലേറ്റൊക്കെ എടുത്തങ്ങോട്ട് കൊടുക്കുവാണ്. ചോക്ലേറ്റൊക്കെ കിട്ടിയ സന്തോഷത്തിൽ സത്യമോളെ വീണ്ടും വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചങ്ങ് ഉമ്മ എന്നും പറഞ്ഞ് ഉമ്മ കൊടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ എൻ്റെ അച്ഛൻ വാങ്ങിക്കൊണ്ട് വരും ഇല്ലേ? പിന്നെ അല്ലാതെ എൻ്റെ കുട്ടി പറയുന്നത് കേൾക്കാതെ പിന്നെ ഞാൻ ആരുടെ കാര്യമോ കേൾക്കുന്നത്? ശാരദാമ്മ വിഷ്ണുവിനെയും സത്യമോളെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. വിഷ്ണു പറയുന്നു, എനിക്കിപ്പോൾ വിശപ്പില്ല. അത് കേട്ടിട്ട് സത്യമോളും പറയുന്നു, എനിക്കും ഇപ്പോൾ വിശപ്പില്ല ശാരദാമ്മേ. അപ്പം നിങ്ങൾക്ക് 2 പേർക്കും ഭക്ഷണം വേണ്ട ഇല്ലേ? മോനെ, പിന്നെ ശ്യാമ പപ്പിമോളെയും വിളിച്ചുകൊണ്ട് രോഹിത്തിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് ദൈവത്തിനറിയാം. നല്ല ബുദ്ധി തോന്നി അവളോടും കുഞ്ഞിനോടും സ്നേഹത്തോടെ കഴിഞ്ഞാൽ മതിയായിരുന്നു. വിഷ്ണു പറയാ, ദൈവത്തിന് പോലും പൊറുക്കാൻ പറ്റാത്ത കുറ്റങ്ങളാ അവനും അവൻ്റെ കൂട്ടുകാരും കൂടെ ആ വീട്ടിൽ ചെയ്തു വെക്കുന്നത്. ഇനി അതിൽ നിന്ന് രോഹിത് രക്ഷപ്പെടണമെങ്കിൽ അവൻ സ്വയം തീരുമാനിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. അല്ലാതെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനവൻ്റെ ജീവിതം നോക്കാൻ കെൽപ്പില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ. അപ്പോൾ ശാലിനി അങ്ങോട്ട് വരുന്നുണ്ട്.
വിഷ്ണുവേട്ടൻ എപ്പോൾ എത്തി? ആഹാ, ചോക്ലേറ്റ് ഒക്കെ കിട്ടിയല്ലോ സത്യക്ക്. ഈ മധുരം മുഴുക്ക കഴിച്ചിട്ട് പല്ല് മുഴുക്ക കേടാക്കല്ലേ സത്യേ. അല്ല, വിഷ്ണുവേട്ടൻ ഇവക്ക് ചോക്ലേറ്റും കൊണ്ട് വന്നതാണോ? ഈയിടെയായിട്ട് ഇവക്ക് ചോക്ലേറ്റ് തീറ്റി കൂടുതലാ. ശാരദാമ്മ പറയുക, ശ്യാമയും മോളും കൂടെ രോഹിത്തിൻ്റെ അടുത്തോട്ട് പോയ കാര്യം ഞാൻ വിഷ്ണുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മോളെ. ശാലിനി പറയുക, ആ വീട്ടിൽ പലതും നടക്കുന്നുണ്ടെന്ന് അറിവ് കിട്ടിയപ്പോൾ ഞാനത് അന്വേഷിക്കാനായിട്ട് ആളെ വിട്ടതായിരുന്നു. പക്ഷെ അവിടുന്ന് ഒന്നും കണ്ടെത്താനായില്ല. വിഷ്ണു അത് കേട്ടിട്ട് പറയുക, അതെങ്ങനെയാ? ഏറ്റവും കൂടുതൽ ചാരപ്പണി നടത്തുന്നതേ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാ. അതിലാണെങ്കിലോ പകുതി പേരും ചന്ദ്രബോസിനും സുസ്മിതയ്ക്കും വേണ്ടി പണിയെടുക്കുന്നവർ മാത്രം. ഉപേന്ദ്രനും ചന്ദ്രബോസും ചേർന്ന് എന്തൊക്കെ കള്ളക്കളി കളിച്ചാലും അത് പുറം ലോകം അറിയാത്തത് ആ ബെൽറ്റിൻ്റെ ശക്തിയാ. അവർക്കെതിരെ ആരെന്ത് നീക്കം വരുത്തിയാലും ആ നിമിഷം തന്നെ ചന്ദ്രബോസ് അതറിയും. എനിക്ക് അവനെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിഷ്ണു അങ്ങ് ഇറങ്ങാൻ പോകുമ്പോൾ പെട്ടെന്ന് ശാലിനി പിടിച്ചു നിർത്തുവാണ്. വിഷ്ണുവേട്ടാ, ആ വീടും ആ വീട്ടിലുള്ളവരെയെല്ലാം ഇപ്പോൾ നമ്മുടെ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നിരീക്ഷണത്തിലാണ്. ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം വിഷ്ണുവേട്ട, ആ വീട്ടിൽ യാതൊരുവിധ ബിസിനസ്സും നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ആ വീടിന് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ വിഷ്ണുവേട്ട? ശാലിനി അങ്ങനെ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു സ്നേഹവും സങ്കടവും കലർന്ന ഭാവത്തിൽ ശാലിനിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. സുസ്മിതയും ഉപേന്ദ്രനും ചന്ദ്രബോസും എല്ലാം ആകെ പൊട്ടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. സുസ്മിത കടന്ന് തുള്ളുവാണ്. ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് പലരോടും നടത്തിയിട്ടാ ഈ വീട് ലേലത്തിൽ പിടിച്ചതും ഇവിടെ ബിസിനസ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തതും. അതൊക്കെ ഇനി വെള്ളത്തിൽ വരച്ച വര പോലാകുമോന്നാ എൻ്റെ പേടി. ആ ജോൺ എബ്രഹാം കൊടുത്ത കാശിന് നന്ദിയുള്ളതുകൊണ്ടാണ് ഉടനെ തന്നെ കിട്ടിയ ന്യൂസ് പെട്ടെന്ന് അറിയിച്ചത്. അതുകൊണ്ട് എന്തായാലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അസിസ്റ്റന്റ് കമ്മീഷണർ പദവിക്ക് മുകളിലുള്ള ആൾക്കാരുടെ ഇടപെടൽ കൊണ്ട് ചിറ്റപ്പനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ചിറ്റപ്പൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചിറ്റപ്പനോട് കൂറുള്ള ആൾക്കാരൊക്കെ കുറഞ്ഞു പോയോന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു നീക്കം ഉണ്ടായതേ ചിറ്റപ്പൻ അറിയേണ്ടതല്ലേ. ചിലപ്പോൾ ചിറ്റപ്പനെ മൊത്തത്തിൽ ഒതുക്കി നിർത്തിയിട്ടായിരിക്കും ശാലിനി കാര്യങ്ങൾ തീരുമാനിച്ചത്. ഇതിൽ നിന്ന് നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ശാലിനി ആ കസേരയിൽ ഇരുന്നാൽ ഇവിടെ ഒരു പണിയും നടക്കത്തില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തോണം. ഉപേന്ദ്രൻ പറയുക, സുസ്മിത പറഞ്ഞത് കറക്റ്റാ. അവൾ നമുക്ക് പണി തരാൻ തന്നെയാണ് കയറിയിരിക്കുന്നത്. അവിടെ പള്ളയ്ക്ക് കത്തി കയറ്റിച്ചതേ നമ്മൾ തന്നെയാണെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ ചാടിയൊന്നുമേ അവക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാ ശാലിനി. അതുകൊണ്ടേ പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അവക്ക് നേരെ എന്തുവായാലും ഉടനെ ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടാൽ പെട്ടത് തന്നെ നമ്മൾ. അത്രയും നേരം ഇതെല്ലാം കേട്ടോണ്ട് നിന്ന ചന്ദ്രബോസ് പറയുക, പഴയ ഒരു ഹിറ്റ് പടത്തിൻ്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. കൈ പോയാലേ തലയ്ക്ക് വേദനിക്കുമെന്ന്. അതുകൊണ്ട് ആ കൈ തന്നെ നമുക്കങ്ങ് വെട്ടിയെടുത്തേക്കാം. അപ്പോൾ തലയ്ക്ക് വേദന എടുക്കണമെങ്കിലേ കൈ വെട്ടിയാൽ മതിയല്ലോ. ഇവിടെ തലയാ ശാലിനിയാ, കയ്യോ വിഷ്ണുവാ. ശാലിനിയുടെ കസേരയ്ക്ക് ഒരു ഇളക്കം വരണം. സത്യസന്ധമായി ജോലി നോക്കുന്ന ഒരു ജില്ലാ കളക്ടറുടെ പേരിലേ കള്ളക്കേസൊക്കെ കൊടുക്കുന്നത് വലിയ പാടാണ്. പകരവേ ജില്ലാ കളക്ടർക്ക് വലം കൈയായിട്ടുള്ള ഒരാൾക്ക് ഒരു അഴിമതിയിലോ മറ്റു വല്ല ഇല്ലീഗൽ ബിസിനസ് ഉണ്ടെന്ന് തെളിയിക്കുകയോ ചെയ്താൽ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ. ഈ കരയിൽ പിടിച്ചിട്ട മീനെ കിടന്ന് പിടയ്ക്കുന്ന പോലെ ശാലിനി പിടയ്ക്കുന്നത് നിനക്ക് കാണണ്ടേ സുസ്മിതേ? അത് കാണണം ചിറ്റപ്പ എനിക്ക്. അതിനുള്ള വഴിയാ ഞാൻ ചോദിക്കുന്നത്. ഉപേന്ദ്രൻ പറയുക, പെട്ടെന്നൊന്ന് ഊരിപ്പോകാൻ പറ്റാത്ത ഒരു പൂട്ടായിരിക്കണം പൂട്ടേണ്ടത്. നമ്മളിവിടെ അനധികൃതമായി മദ്യം ഉണ്ടാക്കുന്നു എന്നാണല്ലോ നമ്മുടെ പേരിൽ ആരോപിക്കുന്ന കുറ്റം. ബാറുടമകളൊക്കെ വിളിച്ചോണ്ടിരിക്കുക. സർക്കാരിൻ്റെ മദ്യത്തിൻ്റെ ലേബല് നമ്മുടെ മദ്യക്കുപ്പിയിൽ ഒട്ടിച്ച് വിൽക്കുന്നതാണല്ലോ അവരുടെ ലാഭം. സുസ്മിത പറയാ, ബാറുടമകൾ മാത്രമാണോ? സർക്കാരിൻ്റെ ബീവറേജ് ഷോപ്പുകളിലും നമ്മൾ ഒഴുക്കുന്നത് സർക്കാരിൻ്റെ മുദ്രയൊട്ടിച്ച നമ്മുടെ മദ്യമായിരിക്കും. പകുതിക്ക് പകുതിയാ ലാഭം പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെ അവർ വിളിക്കാതിരിക്കും? ഈ ബിസിനസ്സുകളെല്ലാം ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ ശാലിനി ആ കസേരയിൽ നിന്ന് മാറി നിന്നേ പറ്റത്തുള്ളൂ. ഉപേന്ദ്രൻ ഇരുന്നുകൊണ്ട് പറയുക, ഞാൻ അന്നത്തെ ആ ഗോൾഡൻ ചാൻസ് മിസ് ചെയ്തതോർത്ത് വിഷമിക്കുവാണ്. അന്നത്തെ ആ കുത്ത് 2 ഇഞ്ചും കൂടെ താഴ്ത്തി അവിടെ പള്ളയ്ക്കോട്ട് കുത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ 16 നടത്തി അസ്ഥിത്തറയിൽ തുളസിയും കിളിച്ചാന്. തലയ്ക്കും വെളിവില്ല, കൈകാലുകളും നേരെ നിൽക്കുന്നില്ല. രോഹിത് ഇങ്ങനെ മേളിൽ നിന്ന് ആടി വരുവാണ്. തീർന്നു, എല്ലാം തീർന്നു. ഒരു തുള്ളി മദ്യം പോലും ഇതിലില്ല എന്നും പറഞ്ഞ കുപ്പി വലിച്ച് താഴോട്ടൊരൊറ്റ ഏറ്. നിങ്ങളിവിടെ മദ്യപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞിട്ട് പേരിന് പോലും ഒരു തുള്ളി മദ്യമില്ലല്ലോ. എല്ലാം നിങ്ങൾ എവിടെ കൊണ്ട് വെച്ച്? എൻ്റെ തൊണ്ട നനയ്ക്കാനെങ്കിൽ ഒരു തുള്ളി മദ്യം നിങ്ങൾ താ.
സുസ്മിത പറയാ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ, കുപ്പികളൊക്കെ വരും, അന്നേരം നിനക്ക് തരാം. പക്ഷേ അതിനു മുമ്പേ ചില ആവാഹന കർമ്മങ്ങളൊക്കെ ഇവിടെ നടത്താനുണ്ട്. ചിലരെ ആവാഹിച്ച് കുപ്പിയിലാക്കി ഒഴിക്കേണ്ടി വരും. അത് കഴിയുമ്പോഴേ പഴയതുപോലെയാകും. പക്ഷെ അതുവരെ തൊണ്ട നനയ്ക്കാൻ എനിക്ക് ഒരു തുള്ളി നിങ്ങൾ താ. ഇത്രത്തോളം രോഹിത് അതപ്പതിക്കുമെന്ന് വിചാരിച്ചില്ല. ഒരു പെഗ്ഗെങ്കിലും എനിക്ക് ഇവിടുന്ന് എടുത്ത് തരാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു അരപ്പെഗ്ഗെങ്കിലും. അത്രത്തോളം അതപ്പതിച്ച് അവൻ തെണ്ടുന്ന മദ്യത്തിന് വേണ്ടി. എന്നിട്ട് ഓടിപ്പോയി അവൻ ചന്ദ്രബോസിൻ്റെ കാലേ വീഴുന്നു. സാറേ, സാറിൻ്റെ കോട്ട കിട്ടുമല്ലോ, അതിനെങ്കിലും ഒരു തുള്ളി എനിക്ക് തരുമോ? എടാ രോഹിത്തെ, നീ കുറച്ചൊന്ന് അടങ്ങ്, ഇതൊക്കെ ഒന്ന് നേരെയാകട്ടെ. എന്നിട്ട് 1 മാസം കുടിച്ച് തീർത്താൽ പോലും തീരാത്ത മദ്യം നിന്റെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് ഇട്ട് തരാം. പക്ഷേ ഒരേ ഒരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമോ? ശാലിനിയെ നിനക്കൊന്ന് കൊന്നു തരാൻ പറ്റുമോ? ചെവി അറിയാതെ കാര്യം സാധിക്കണം. പിടിക്കപ്പെട്ടാൽ ജയിലിലും പൊയ്ക്കോണം. എന്താടാ, നിന്നെക്കൊണ്ട് പറ്റുമോ? എൻ്റെ ചന്ദ്രബോസ് സാറേ, ഇങ്ങനെ കൂട്ടത്തിൽ കൂടിയിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാനേ എന്നെക്കൊണ്ട് പറ്റൂ. ഒരാളെ കൊല്ലാനുള്ള മനക്കട്ടിയൊന്നും ഈ രോഗത്തിനില്ല സാറേ. എൻ്റെ കയ്യിലോട്ട് നോക്കിക്കേ, എൻ്റെ കൈ വിറയ്ക്കണ കണ്ടോ? കുടിക്കാഞ്ഞിട്ടാ, അല്ലെങ്കിൽ എൻ്റെ ഈ കൈ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പെട്ടെന്ന് ചന്ദ്രബോസിന് ദേഷ്യം വന്നിട്ട് രോഗത്തിൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ചിട്ട്, നിന്നെക്കൊണ്ട് പറ്റില്ലല്ലോടാ, അപ്പം നീ മിണ്ടാതെ മൂലയ്ക്കങ്ങനെ ഇരുന്നോടാന്ന് പറഞ്ഞൊരൊറ്റ തെള്. നിന്റെ ശാലിനിയുടെ അടക്കം എങ്ങനെ നടത്തണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാ ഞങ്ങൾ. അതിനിടയ്ക്ക് നീ ഇടങ്ങേറിടാൻ വന്നാലേ നിന്റെ അടക്കവും ഞങ്ങൾ ഇവിടെ നടത്തും. അപ്പോൾ പറഞ്ഞിട്ടപ്പാ, തല ശാലിനിയാണെങ്കിൽ കൈ വിഷ്ണുവല്ലേ, എന്താ പരിപാടി? മദ്യക്കച്ചവടത്തിനെതിരെയല്ലേ അവനും അവൻ്റെ ഭാര്യയും കൂടെ പടപ്പുറപ്പാടെടുക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ആകട്ടെ അവൻ്റെ നേരെയുള്ള നമ്മുടെ ഒടുക്കത്തെ ബ്രഹ്മാസ്ത്രവും. നിങ്ങൾ നോക്കിക്കോ, ഇത് അവൻ്റെ ചങ്കിൽ തറയ്ക്കും. കൊള്ളുന്നത് വിഷ്ണുവിനാണെങ്കിലും തെറിക്കുന്നത് ശാലിനിയുടെ കസേരയായിരിക്കും. അങ്ങനെ അവർ 3 പേരും കൂടെ ചേർന്ന് എന്തോ വലിയ പരിപാടി വിഷ്ണുവിനെതിരെ ചെയ്യുന്നുണ്ട്. രാത്രിയിൽ വിഷ്ണുവും കമലനും കൂടെ ലോറി ഓടിച്ചുകൊണ്ട് വരുവാണ്. കമലൻ ചോദിക്കുന്നു, ആശാനെ ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യാനാ? എന്നെ ഈ വളയോ ഇങ്ങനെ വളയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആശാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങാമായിരുന്നല്ലോ. അപ്പോൾ നിനക്കിങ്ങനെ വളയ്ക്കാൻ മാത്രം പഠിച്ചാൽ മതിയോ? ഓടിക്കാൻ പഠിക്കണ്ടേ? ഓടിക്കാൻ എനിക്കറിയാലോ ആശാനെ, പക്ഷേ ബൈപ്പാസിലെ ഞാൻ ഓടിക്കത്തുള്ളൂ, അവിടെ വളയ്ക്കണ്ടല്ലോ. നിനക്ക് ലോറി ഓടിക്കാൻ അത്രയ്ക്ക് കൊതിയാണെങ്കിലേ നാളെ ഗുരുദക്ഷിണയും കൊണ്ട് നീ ഇങ്ങോട്ട് പോരെ. നാളെ നിന്നെ ഞാൻ പഠിപ്പിക്കാം. ശരിയാണോ ആശാനെ? സത്യവാടാ, നിന്നെ ഞാൻ പഠിപ്പിക്കാം. അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ പോലീസുകാരവിടെ നിൽപ്പുണ്ട്. ആശാനെ വഴിപ്പശകാന്ന് തോന്നല്ലോ. പറഞ്ഞു വെച്ച പോലെ അവരങ്ങനെ വിഷ്ണുവിൻ്റെ ലോറി അവിടെ തടഞ്ഞു നിർത്തുവാണ്. വിഷ്ണു പറയുന്നത്, സാറേ ഇതിനകത്ത് കുറച്ച് പഴങ്ങളാണ്. ഓ, അപ്പോൾ പഴം കൊണ്ടുപോയി വേണോടാ നിനക്കൊക്കെ വാറ്റാൻ. ഒരു പോലീസുകാരൻ്റെ കയ്യിൽ വിഷ്ണുവിൻ്റെ ലോറിയുടെ നമ്പരും വിഷ്ണുവിൻ്റെ പേരും ഒക്കെ ഉണ്ട്. അത് അയാൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ കമലൻ അത് മനസ്സിലായിട്ട് പറയുന്നു, ആശാനെ ഇതാരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള പണിയാണല്ലോ, നമ്മുടെ ലോറിയുടെ നമ്പരും ആശാൻ്റെ പേരും ഒക്കെയാണല്ലോ പറയുന്നത്. നിന്റെ പേരെന്തുവാടാ? എൻ്റെ പേര് വിഷ്ണു. ആ വിഷ്ണുവായാലും പരമശിവനായാലും നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്ക്, ഞങ്ങൾക്ക് പരിശോധിക്കണം. എൻ്റെ സാറേ, ഇത് കുറച്ച് ഫ്രൂട്ട്സാണ്, വെറുതെ ആളെ മെനക്കെടുത്താൽ ഇങ്ങോട്ട് ഇറങ്ങാനല്ലേടാ നിന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ വിഷ്ണു ഇറങ്ങുന്നുണ്ട്. 2 പോലീസുകാരപ്പോൾ ലോറി പരിശോധിക്കാനായിട്ട് കയറുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രബോസ് പറഞ്ഞതുപോലെ പണി പറ്റിച്ചിട്ടുണ്ട്. വിഷ്ണു അറിഞ്ഞിട്ടില്ല. ആ ലോറിയിൽ ചന്ദ്രബോസ് ആരെ കൊണ്ടോ അതിൽ സ്പിരിറ്റ് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത്ര ധൈര്യത്തെ വണ്ടി നിർത്തി പോലീസുകാർ പരിശോധിക്കുന്നത്. അപ്പോൾ പോലീസുകാർ അതിൽ നിന്ന് സ്പിരിറ്റ് കണ്ടെത്തുമോ എന്താണെന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.